അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. സോ ഗൈസ് അപ്പം ഇന്ന് പാർട്ടി ഒന്നും അങ്ങനെ ഇല്ല, ജസ്റ്റ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. അപ്പം ഗൈസ് അപ്പം ഡിങ്കോനെ ഞാൻ കാണിച്ചു തരാം. നിൽക്കുക ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാനിപ്പോൾ കുളിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ജസ്റ്റ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പം ഉച്ചക്കത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നിങ്ങൾ കണ്ടല്ലോ, നല്ല പപ്പടവും പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്, സാമ്പാറും അങ്ങനെ ഫിഷ് ഫ്രൈയും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പോൾ ഗൈസ് അപ്പം നമുക്ക് പോയി തിന്നിട്ട് വരാം. ടാറ്റാ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഒരു ചെറിയ സ്ഥലം ബാക്കി വെച്ചിട്ട് നമ്മൾ പായസം കുടിക്കാണ്ട്. ഞാൻ പകുതിയും പായസം കുടിച്ചു ഗൈസ്. പിന്നെയാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ ഇതാണ്ടേ നല്ല അടിപൊളി സേമിയ പായസം. ഇവിടെ മൊത്തം ബഹളമാണ്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ കേക്ക് ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ് അപ്പം എനിക്ക് ഇവിടെ പറയുന്ന എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഭയങ്കര ശബ്ദമാണ് ഇവിടെ. അപ്പം നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ഫുഡ് കഴിക്കണം ഗൈസ്. ഗീതുവിൻ്റെ കാണിച്ചു തരാം. ഗീതുവിൻ്റെ ഒരു ഹായ് പറ. ഹായ് അപ്പോൾ ഗൈസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒട്ടും അറിയില്ല. അപ്പം എനിക്ക് എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു ഗൈസ്. നിങ്ങൾ കണ്ടല്ലോ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇനി എന്താ, വയറ് നിറഞ്ഞു ഗൈസ്. ഇനി നമുക്ക് അവക്കാഡോ ജ്യൂസ് ഉണ്ട്, അതിന് കുറച്ച് സ്ഥലം ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവക്കാഡോ ജ്യൂസ് വന്നിട്ട് നമുക്കിനി കാണാം. നമ്മളുടെ ഈ ഒരു അവക്കാഡോ ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വെളിയിലാണ് മൊത്തത്തിൽ നിൽക്കുന്നത് ഗൈസ്. നല്ല അടിപൊളി അവക്കാഡോ ജ്യൂസാണ്, സൂപ്പർ. അപ്പോൾ ഗൈസ് തന്നെ അമ്മയെ വെച്ചു. അപ്പോൾ ഗൈസ് വേറെന്താ, ഇനി നമുക്ക് കാർ കയറി വീട്ടിൽ ചെല്ലാം. അപ്പോൾ ഗൈസ് അങ്ങനെ എല്ലാ പാർട്ടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ അമ്മേ, 2024 ലാസ്റ്റ് പാർട്ടിയാണിത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഇവിടെ 2024 അവസാനിക്കുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ വിചാരിച്ചു അൺറെഡി ആവുന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഈ ഡ്രസ്സൊക്കെ മാറി സെറ്റായിരിക്കുകയാണ്. പക്ഷേ നമുക്ക് എൻ്റെ ഈ ഐലൈനർ മൊത്തം ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം ഫുൾ എന്തോ ഒരു സ്മോക്കി ഐസ് എല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെയോ ഒരു ഇതാവും. സോ ഞാൻ രാത്രി തന്നെ റിമൂവ് ചെയ്ത് കിടക്കും. അപ്പം ഞാൻ വിചാരിച്ചു അൺറെഡിക്ക് വേറെ ഷോർട്ട്സ് എടുക്കണ്ട, ഇതിൽ തന്നെ ഞാൻ റെഡി ആവാമെന്ന് വിചാരിച്ചു ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ വേറെ എന്താ പറയുക, ഞാനിതൊന്നും എങ്ങനെയെങ്കിലുമൊക്കെ റിമൂവ് ചെയ്തെടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മളുടെ ഈ ഒരു ഐലൈനറും കാജലും എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്പിൽ അങ്ങനെ വേറൊന്നും ഇല്ല, ബിക്കോസ് ഇല്ല, ഞാൻ അവിടെ വാഷ് ബേസിന് കയറിയപ്പം തുടച്ചിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഗൈസ് വേറെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താ ഇത് റിമൂവ് ചെയ്യാൻ പറ്റ പാട് എൻ്റെ പിന്നെ ഗൈസ്. ഇത്രയും മതി. നമ്മൾ കൂടുതൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന അത്ര നല്ലതല്ല. നമ്മൾ ഓൾറെഡി കുറേ റബ്ബ് ചെയ്തു. അപ്പം ഗൈസ് എന്താ ഇനി